വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരത്ത് രാത്രി മഴ പെയ്തെങ്കിലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പത്തനംതിട്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തെരച്ചിൽ തുടരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും രാത്രിയിൽ മഴ ശക്തമായി പെയ്തെങ്കിലും ഇപ്പോൾ പലയിടത്തും മഴ തോർന്നു നിൽക്കുന്നുവെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശക്തമായ മഴയിൽ പത്തനംതിട്ടയിൽ നിന്ന് 2 പേരെ കാണാതായിരുന്നു. അവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും നടത്തുകയാണ്. ശശി നാരായണനാണ് ചേരുന്നത്. ശശി, ഇവർക്കായുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇന്നലെ രാത്രി ശക്തമായ മഴ ജില്ലയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണുള്ളത്. പക്ഷേ ചിലയിടങ്ങളിൽ മാത്രം ചാറ്റൽ മഴയാണുള്ളത്. നദികളിലെ ജലനിരപ്പോ കാര്യമായ രീതിയിൽ ഒന്നും തന്നെ ഉയർന്നിട്ടില്ല. അതിൽ ആശങ്കപ്പെട്ട സാഹചര്യം നിലവിലില്ല. ജാഗ്രത നിർദ്ദേശം ജില്ലയിൽ തുടരുകയാണ്. ഇന്നലത്തെ മഴയോടനുബന്ധിച്ച് 3 പേരെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഒന്ന് മീൻ പിടിക്കാൻ പോയ അടൂർ മണക്കാല സ്വദേശിയായ ഗോവിന്ദന്റെയും ഒപ്പം തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയ മണിയമ്മാള്, അതുകൂടാതെ അതിഥി തൊഴിലാളിയായ ബീഹാർ സ്വദേശി നരേഷ് എന്നിവരെ ആണ് കാണാതായത്. ഇതിൽ മണിയമ്മയുടെ മൃതദേഹം മാത്രമാണ് കണ്ടെത്തിയത്. നരേഷിന്റെയും ഒപ്പം ഈ ഗോവിന്ദന്റെ മൃതദേഹത്തിനുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ ആരംഭിക്കും. അല്പസമയത്തിന് തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും സ്ഥലത്തെത്തിയതിനു ശേഷം വീണ്ടും ഈ തെരച്ചിൽ ആരംഭിക്കും. നരേഷിന്റെ മൃതദേഹം കണ്ടെത്തുന്നതിനായി സ്കൂബ ഡൈവിംഗ് ടീമാണ് ഫയർഫോഴ്സിൽ എത്തിയിട്ടുള്ളത്. കോമളംകുന്നിലാണ്, അത് മടമലയാറ്റിലെ കോമളംകുന്നിലാണ് 3 പേര് ഇന്നലെ ഉച്ചയ്ക്ക് കുളിക്കാനിറങ്ങി ഒരാൾ ഒഴുക്കിൽപ്പെടുകയും കാണാതാവുകയും ചെയ്തത്. എന്തായാലും 3 പേരെ ജില്ലയും ഒഴുക്കിൽപ്പെട്ട ഇന്നലത്തെ ഈ മഴയുമായി ബന്ധപ്പെട്ട ഒരു അപകടമുണ്ടായത് 3 പേരാണ്. 3 പേരിൽ 2 പേരുടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. 2 പേരുടെ 2 പേർക്കുള്ള തിരച്ചിൽ ഇപ്പോൾ ഉടൻ ആരംഭിക്കും. എന്തായാലും കാലാവസ്ഥ മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുന്നുള്ളതാണ്. പക്ഷേ ജാഗ്രത നിർദ്ദേശം ജില്ലയിൽ തുടരുകയാണ്. മലയോര മേഖലകളിലേക്കുള്ള യാത്രാ നിരോധനവും എല്ലാം ഇപ്പോഴും തുടരുകയാണ്. റെഡ് അലർട്ടാണ് നിലവിലുള്ളത്. ആ സാഹചര്യത്തിൽ ഇതുപോലെ ജാഗ്രത നിർദ്ദേശം ജില്ലയിൽ തുടരുന്നുണ്ട്. മഴ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകാനാണ് സാധ്യതയെന്നും ഒരു മുന്നറിയിപ്പുണ്ട്. ജില്ലയിലെ എല്ലാ സ്ഥലത്തും കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ക്യാമ്പുകൾക്കുള്ള സജ്ജമാക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും തുടരുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ആശങ്കപ്പെട്ട സാഹചര്യം ഒന്നും തന്നെയല്ല. പമ്പ, മണിമല, അച്ചൻകോൽ നദികളിലും കാര്യമായ രീതിയിൽ ജലനിരപ്പില്ല. ഈ വേനലിന് ശേഷം പെയ്തൊരു മഴ എന്ന നിലയ്ക്ക് വെള്ളക്കെട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, ശശി നാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ സംസ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ പെയ്തത്ര ശക്തമായ മഴ ഒരിടത്തും പെയ്യുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് തന്നെയാണ് നിലവിലുള്ളത്. പുതിയ മുന്നറിയിപ്പ് വരേണ്ടതുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും. അതനുസരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിലും ശക്തമായ മഴ പെയ്തിരുന്നു. എന്നാൽ രാവിലെ ഇപ്പോൾ മഴ തോർന്നു നിൽക്കുന്ന അവസ്ഥയുണ്ട്. എല്ലാ